2 ദിവസം മുമ്പേ ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവാണ്, ദിശയുടെ പേഷ്യൻ്റാണ്. മീൻസ് കൺസൾട്ടേഷന് വേണ്ടി വന്നതാണ്. വന്നപ്പോൾ തന്നെ ദിശയുടെ കൺസൾട്ടിങ് റൂമിലേക്ക് കയറി. കൺസൾട്ടിങ് കഴിഞ്ഞു നേരെ ഹാളിലേക്ക് വന്ന സമയത്ത് ഞാൻ വന്നു. ഞാനൊരു ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെതായ പരിപാടികളുണ്ടല്ലോ, നമ്മളെ വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ എൻ്റെതായ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ ചെയ്ത് അവർ വന്നപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇപ്പം ഇവിടെ തന്നെയല്ലേ ദുബായിൽ നിന്ന് വന്ന ശേഷം പണിയൊന്നും ശരിയായിക്കില്ലല്ലേ എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേയുള്ള എൻ്റെ ഒരു ടാർഗറ്റാണ് ഒരു 40 വയസ്സ് വരെ ജോലി ചെയ്യാൻ. 40 വയസ്സിന് ശേഷം സെറ്റിൽഡ് ആവണം ഏതെങ്കിലും രീതിയിൽ. മീൻസ് നാട്ടിൽ തന്നെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അങ്ങനെ ഒരു പ്ലാനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഒരാളുടെ കീഴിൽ അല്ലാത്ത രീതിയിലാവണമെന്ന് പണ്ട് മുതലേ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ദിശയുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യും. ദിശയും അതുപോലെ തന്നെ ദിശൻ്റെ പ്രൊഫഷണൽ എങ്ങനെയായിരുന്നു ദിശ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ഞാനും അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ ഫ്രീഡവും എനിക്ക് വേണം. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട്, അപ്പോൾ നമുക്ക് സുപ്പീരിയേഴ്സിനോട് പോയിട്ട് എനിക്കൊരു ലീവ് തരുമോ അങ്ങനെ ചോദിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നമ്മളുടെ ഇഷ്ടത്തിനായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം നാളെ സൺഡേ ആണെങ്കിൽ സൺഡേ അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ ഒക്കെ ലീവ് എടുക്കാൻ പറ്റണം. നമുക്ക് എന്നാലാണ് എൻജോയ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രൊഫഷനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ, അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കൺസെപ്റ്റ് ഏകദേശം ഒത്തുപോകുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റി. ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. 40 വയസ്സ് വരെ ദുബായിൽ നിൽക്കുക, അതായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആകെയുള്ള ഒരു വഴി. 40 വയസ്സ് വരെ നിന്ന് 40 വയസ്സിന് ശേഷം നാട്ടിൽ സെറ്റിൽ ആവുക. അതിൻ്റെ ഭാഗമായി തന്നെ ദിശയെ ഞാൻ 2-3 കൊല്ലം മുന്നേ, ദിശയും ബിലാലൊക്കെ എൻ്റെ കൂടെ ദുബായിൽ ഉണ്ടായിരുന്നു. 2-3 കൊല്ലം മുമ്പേ തന്നെ ഞാൻ നാട്ടിലേക്ക് മാറ്റി. 2-3 കൊല്ലം എനിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് പിന്നീട് എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമല്ലോ എന്ന പ്ലാനിലാണ് ദിശയും ബിലാലിനേക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ കൊറോണ കാരണമാണ് സത്യത്തിൽ പിന്നെ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ മാറിയത്. 40 വയസ്സ് വരെ നിൽക്കാം എന്നുള്ള പ്ലാൻ മാറിയത് 38 വയസ്സിൽ തന്നെ സെറ്റിൽ ആവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതായത് എനിക്ക് 38 സമയത്താണ് ഇവിടെ കൊറോണ വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തം ബിസി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കൊറോണ സമയത്ത് ഡിസ്കസ് ചെയ്ത് കുറേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും തീരുമാനങ്ങൾ അങ്ങോട്ടും മാറ്റി മറിച്ച് എടുത്ത തീരുമാനമാണ് നാട്ടിൽ നിൽക്കാം തീരുമാനം. അതായത് ആ സമയത്ത്, കാരണം ഞാൻ ദുബായിൽ പോയതിനു ശേഷം, ദുബായിൽ ഞാൻ 12 വർഷത്തോളം നിന്നു. ആ 12 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് 5-6 മാസം ഒറ്റയടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലവുകളൊക്കെ വളരെ കുറവായിരുന്നു. പുറത്തൊന്നും പോയിട്ട് ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് കുഴപ്പമില്ലല്ലോ, മുന്നോട്ട് പോകുമെന്ന് തോന്നി. പക്ഷേ കൊറോണ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചിലവ് പിടുത്തം വിട്ടുന്നുള്ളത്. അപ്പോൾ ആ ഒരു തീരുമാനം ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് എടുത്തു. ഇനി ദുബായിലേക്ക് പോകണ്ടാം എന്നുള്ള തീരുമാനം തന്നെ. ദിശയുടെ പ്രൊഫഷൻ നമ്മൾ ആ സമയത്താണ് ശരിക്കും പുറത്തേക്കല്ലേ നമ്മൾ. ഞാൻ അതുവരെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലാനിങ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് സുമേഷേട്ടൻ്റെ ഹെൽപ്പില്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഫുൾ ടൈം നോക്കാൻ പറ്റില്ല എന്നുള്ളൊരു കുട്ടികളെ കാര്യമൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ഹോസ്പിറ്റൽ ഉച്ചവരെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ 25-26 വർഷത്തോളം പ്രവാസിയായിരുന്ന ഒരു ആളാണ്. അപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാതെ വളർത്തുന്ന ഒരു മോളാണ് ഞാൻ. അപ്പോൾ ഒരു കുട്ടിക്ക് എനിക്കൊരു 3 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്നത്. പിന്നെ 3.5 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇപ്പോഴത്തെ പോലെ ഫോണോ വാട്സപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറേ ദൂരെയുള്ള ഒരു വീട്ടിലാണ് ഒരു ലാൻഡ് ഫോൺ ഉള്ളത്. അപ്പം അമ്മ അവിടെ പോയിട്ട് സംസാരിക്കുന്നല്ലാണ്ട് അച്ഛനുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ 3.5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന അച്ഛനായിട്ട് നമുക്ക് ഗ്യാപ്പാണ്, വളരെ ഗ്യാപ്പാണ്. അപ്പോൾ ആദ്യം പോകുമ്പോൾ ഞാൻ അച്ഛൻ്റെ കാല് പിടിച്ച് പോകണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 3.5 വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏതോ ഒരാൾ എന്നുള്ളൊരു ബന്ധമാണുള്ളത്. അപ്പം അത്രക്കും 3.5 വർഷം നമ്മളെ വളർച്ചയുടെ ഘട്ടത്തിലൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ അച്ഛൻ 2-3 മാസം നിന്നു, പിന്നെ പോയി, പിന്നെ ഓരോ വർഷത്തിലും വരാൻ തുടങ്ങി. എന്നാലും ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പോ പിന്നെ അച്ഛനിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സ്നേഹം അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അതൊരു നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്ന് എത്തിയതൊക്കെ. എന്തായാലും ഗൾഫുകാരൻ വേണ്ട എന്നുള്ളൊരു തീരുമാനം. ഇപ്പൊ എന്റെ വീട്ടുകാർക്കാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോ ഗൾഫുകാർ മോശമായത് കൊണ്ടല്ല, എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു അനുഭവം. നെഗറ്റീവ് വശം മാത്രമേ ദിശ പറഞ്ഞിട്ടുള്ളൂ. പോസിറ്റീവ് വശം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്, സാമ്പത്തികമായിട്ടും എല്ലാം. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാൻ എല്ലാത്തിനും പറ്റിയത് അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു സ്നേഹം എന്നുള്ള ഒരു കാര്യം ഒരു അച്ഛനിൽ നിന്ന് കിട്ടേണ്ട, അത് കിട്ടിയിട്ടില്ല. അപ്പൊ അതൊരു വിഷമം തന്നെയാണ്. അച്ഛന്റെ സ്നേഹം കിട്ടാതെ വളർന്നൊരു മകളാണ് ദിശ. പറഞ്ഞോളെ. അപ്പോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു
തീരുമാനം അങ്ങനെ ഗൾഫുകാർ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ എന്തോ ദൈവനിശ്ചയം അതായിരിക്കാം, ഗൾഫുകാരൻ ഇത്രയും നല്ല ഒരു ഭർത്താവായി ഇത്രയും നല്ല ഒരു ഗൾഫുകാരനെ കിട്ടിയത്. ഓക്കെ, ബാക്കി. പക്ഷെ ഗൾഫുകാരുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരുന്നു, അങ്ങനെ അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല, അതുകൊണ്ട് ബാധിച്ചിട്ടില്ല. കണ്ടിടത്തോളം ദിശയൊന്നും അങ്ങനെ ഒരു അകൽച്ച നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ കല്യാണം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞ പാടെ തന്നെ ദുബായിലേക്ക് വന്നിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഗൾഫുകാരെന്ന് പറയുമ്പോൾ എന്റെ അച്ഛനെയാണല്ലോ ഓർമ്മ വരിക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ബാക്കിയൊക്കെ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ ഈ ഗൾഫ് ആയതുകൊണ്ട് മാത്രം വേണ്ട എന്ന് വെക്കണ്ട എന്നുള്ളൊരു തീരുമാനം കിട്ടി. ആ സമയത്ത് കല്യാണം ആലോചിച്ച സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദിശേനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, എനിക്ക് കൊണ്ടുവരാൻ കഴിയുമായിരിക്കും എന്ന് പറഞ്ഞു. വേറൊരു കാര്യം തീരുമാനിച്ചതെന്ന് വെച്ചാല് വീടിന്റെ ആ പരിസരം അടുത്തുള്ള ഒരാളെ ആയിരിക്കണം കല്യാണം കഴിക്കണം എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ല മതി, പുറത്ത് പോകണ്ട എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവസാനം കോഴിക്കോട് ജില്ലയാണ് കിട്ടിയത്, വളരെ അകലെയായിട്ട്. പക്ഷെ അതൊക്കെ എനിക്ക് എല്ലാ കാര്യവും എനിക്ക് എന്തോ ദൈവസഹായം കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഇത്ര ദൂരെ ആണെങ്കിലും ആഴ്ചയിൽ 2 ദിവസം ഞാൻ പോകും കാസർഗോഡിലേക്ക്. അപ്പൊ അതൊന്നും ഒരു ദൂരം ഒരു പ്രശ്നമല്ല എന്ന്. എന്തിനാണ് പോകുന്നത് കൂടി പറയണം. കാരണം ഈ ആഴ്ചയിൽ 2 ദിവസം അമ്മനെ കാണാൻ പോകുന്നത്, അമ്മനെ കാണുന്നത് മാത്രമല്ല ദിശയുടെ പേഷ്യൻസ് അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് പോകുന്നത്. അതെ, അങ്ങനെ പോകുന്നതാണ്. പക്ഷെ എന്റെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലാണ്ട് എന്റെ വീട്ടിലേക്ക് പോകുന്നത് എല്ലാം കൂടി ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ദൂരെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു പ്രശ്നം ഇപ്പൊ ഇല്ല. തൊട്ടടുത്ത് കല്യാണം കഴിച്ചു പോയ ആൾക്കാർ വരെ ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും പോകുന്നുണ്ട്. പറയാറുണ്ട്, ആ ട്രാവലിംഗ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 2 ദിവസം പോകുന്നതും രാവിലെ 5:40 ട്രെയിനിനാണ് പോവുക. പുലർച്ചെ നേരത്തെ 4:30 എഴുന്നേറ്റ് ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് 5:30 പോകുന്നത്. എന്നിട്ട് വൈകിട്ട് രാത്രി ചിലപ്പം 7:30 എത്തും, ചിലപ്പം 5:30 എത്തും. അങ്ങനെയുള്ള ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യാറില്ല, എൻജോയ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, അങ്ങനെ എൻജോയ് ചെയ്യാൻ കാരണം എന്താണ്? ഞാനിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ എനിക്ക് അങ്ങനെ പറ്റില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ എനിക്ക് തിങ്കളാഴ്ച പോകണ്ട, ചൊവ്വാഴ്ച പോയാൽ മതി എന്നുള്ള രീതിയിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാനാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് പേഷ്യൻസിന്. ഇത്ര സമയത്ത് ഇന്ന് വന്നാൽ മതി, ഇത്ര ഡേറ്റിന് വന്നാൽ മതി എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നാറില്ല. പക്ഷെ ഞാൻ വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അത് പറ്റില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പോകണം. അപ്പൊ എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല പോകാൻ മാനസികമായിട്ട്. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല. അതായത് 40 വയസ്സിന് ശേഷമെങ്കിലും, ഇപ്പൊ എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പ്ലാൻ എന്താ, 40 വയസ്സിന് ശേഷമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കഴിയണം. മീൻസ് അത് ഒരാൾ കീഴിൽ ഒരു ലീവിന് ഒരു കല്യാണത്തിന് പോകണമല്ലോ, ഒരു ബോസിനോട് ലീവിന് ചോദിച്ചാൽ അവരുടെ പെർമിഷൻ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ചോദിക്കാൻ തന്നെ മടി. എന്നെ സംബന്ധിച്ചിട്ട് ഒരു ബോസിനോട് സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് ലീവ് ചോദിക്കാൻ പറ്റും. നമ്മളെപ്പോഴും അതിൻ്റെ പൾസ് നോക്കിയിട്ടല്ലേ. ഇപ്പം ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ലീവ് വേണമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന് നമുക്ക് ആദ്യമേ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാനും ദിശയിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരു 40 വയസ്സ് വരെ ഞാൻ അവിടെ ദുബായിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം ഒരു റിട്ടയർമെന്റ് ലൈഫ് പോലെയാണ് ഞങ്ങൾ ഇപ്പൊ ശരിക്കും ഉള്ളത്, അങ്ങനെയാണ്. പക്ഷെ ഇതൊരു നമ്മളുടെ നാട്ടിലൊരു പരിചിതമല്ലാത്തൊരു സംഭവമാണല്ലോ. ഒരു 40 വയസ്സാകുമ്പോഴത്തേക്ക് റിട്ടയർമെന്റ് പ്രായം എന്ന് പറയുന്നത് ആരും ഉണ്ടാവും, പലരും ഉണ്ടാവും അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് കാണുന്നില്ല. അല്ല, എന്തുകൊണ്ടത് എടുത്തു പറയുന്നത് വെച്ചാൽ ദുബായിലുള്ള നമ്മളെ പല സുഹൃത്തുക്കളും എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. നാട്ടിൽ പോയി സെറ്റിൽ ആവണമല്ല, നാട്ടിൽ പോകേണ്ടതാണ്, ഇനി അങ്ങോട്ടേക്ക് കുറച്ച് വർഷം കൂടി ഇവിടെ നിൽക്കാൻ പറ്റും, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, ഒരു പ്ലാൻ ഇല്ല. അത് വേറൊരു കാര്യമുണ്ട്. അപ്പൊ അവര് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ കല്യാണം, വലിയ വീടെടുക്കുക, വണ്ടി എടുക്കുക, ഇതൊക്കെ ബാധ്യതകളാണ്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താവും, ഒരു 10-60 വയസ്സാവും. അതായത് പറഞ്ഞു വരുന്നത് നമ്മുടെ ഫാമിലിയുടെ ലൈഫിന് എന്തായാലും പ്രയോറിറ്റി കൊടുക്കണം. ബട്ട് അതിലൂടെ നമ്മുടെ ലൈഫിനും പ്രയോറിറ്റി കൊടുക്കണം. അല്ലാതെ നമ്മളെ മറന്ന് വീട്ടുകാർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അല്ലെ വീടിന് വേണ്ടിയിട്ട് നമ്മളവിടെ ത്യാഗം സഹിക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് തീരെ യോജിപ്പില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഇത്രയും കാലമായിട്ട് വലിയൊരു എൻ്റെ ഒരു ഗൾഫുകാരൻ്റെ ഒരു വീടൊന്നും ഞാൻ ആക്കിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഇല്ലായിരുന്നു സത്യത്തിൽ. എനിക്ക് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീടുണ്ട്, വലിയ ചെറിയൊരു വീട്, നല്ല രീതിയിൽ താമസിക്കാൻ ഒരു വീടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് എൻ്റെ വീടിന്റെ മുകളിൽ, അതായത് തറവാട് വീടിന്റെ മുകളിൽ ഞങ്ങളൊരു ഫ്ലാറ്റ് പോലെ പുറത്തുനിന്ന് സ്റ്റെപ്പൊക്കെ കൊടുത്ത്
മുകളിൽ കിച്ചണും അലക്കുകല്ലും എല്ലാം ഏറ്റവും സെറ്റ് മുകളിൽ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷെ അതിനും വിമർശനങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ ഒരു വീട്ടിൽ 2 അടുക്കളയോ എന്ന് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ സെപ്പറേഷൻ, അതായത് ഒന്നിനും താഴത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. താഴെയുള്ളവർ മുകളിൽ, താഴെ താമസിക്കുന്ന അമ്മയും ഏട്ടനും ഫാമിലിയും അനിയനും ഒക്കെയാണ്, മുകളിൽ ഞാനും ഇവളും മക്കളും. പിന്നെ പലരും ഇങ്ങനെ പറയുന്ന നെഗറ്റീവായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, മുകളിൽ അവരെന്തൊക്കെ പ്രശ്നമുണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് മാറിയത്, അല്ലാതെ ഇങ്ങനെ മാറേണ്ട യാതൊരു ആവശ്യം. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. ഇങ്ങനെ ഒരു ചെവിയെ കേട്ട് മറ്റേ ചെവിയിൽ വിടും. കാരണം നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ തീരുമാനം. അല്ലാതെ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള കാര്യം നമ്മൾ പാടെ മറക്കണം. അത് ഇതല്ല, ഞാനിപ്പോ പറഞ്ഞ ഒന്ന് നമ്മുടെ ജോലിയുടെ കാര്യത്തിലേക്കും വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ നേരത്തെ വന്ന എൻ്റെ ഗസ്റ്റ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ ദിശയും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ദിശയുടെ പ്രൊഫഷൻ ഒന്ന് ബിൽഡായതിനു ശേഷം ഞാൻ വടകര ടൗണിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലാൻ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ക്ലിനിക്കാകുമ്പോൾ ഞാൻ രാവിലെ പോയി തുറന്നാടെ കുത്തിരിക്കേണ്ടി വരും, രാത്രി വരെ അല്ലെ വൈകിട്ട് വരെ. അപ്പോൾ അതും ഒരുപക്ഷെ വർക്കാവണമെന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്ലാന്, എൻ്റെ ടാർഗറ്റ് അല്ലെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറിപ്പോകും. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ, നമ്മളടുത്ത് വരേണ്ട ആൾക്കാർ നമ്മളടുത്ത് തന്നെ വരും. അതെ, എന്നാൽ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലിയങ്ങ് ബോംബെ നിന്നും വരും എന്ന് പറഞ്ഞ പോലെ ദിശയുടെ കയ്യിൽ നല്ലൊരു ജെന്യുവൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വേണ്ട രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരേണ്ടവർ എന്തായാലും വരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ സാധാരണ ഒരു ട്രീറ്റ്മെന്റ് പോലെ റോഡിലൂടെ കടന്നു പോകുമ്പോൾ കണ്ട് കയറി വന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു ഇതല്ല. ആ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ല ആക്ച്വലി. അതായത് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ക്ലിനിക് ഉണ്ട്, ഒന്ന് കാര്യം നോക്കാം, അങ്ങനെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾക്ക് എന്തായാലും വർക്കാവില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇത് നാട്ടുകാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ നമുക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് പേഷ്യൻസ് കൂടുതലും വരുന്നത്, തൊട്ടടുത്തുള്ള ആൾക്കാരല്ല. അപ്പൊ നമുക്ക് എവിടെ ഇപ്പോ ചെന്നൈയിൽ നിന്നും ബോംബെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ടൗണിലായാലും ഇവിടെ ആയാലും എല്ലാം ഒരുപോലെയാണ്. കൂടുതലും മാംഗ്ലൂർ, ചെന്നൈ, ബോംബെ, പാലക്കാട്, എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പേഷ്യൻസ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ചെറിയൊരു വാസസ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്രൊഫഷണലി ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഞാനും സുമേഷ് രണ്ടാളും നമ്മളുടെ ജോലി സ്ഥലവും നമ്മളുടെ താമസവും എല്ലാം ഇവിടെ തന്നെയാണ്. 24 hours വർക്കാണ് ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം നമ്മളുടെ ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കുക, കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പല പ്രവാസികളും മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം അല്ലേ? പ്രവാസികൾ മാത്രല്ല, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വീട്ടിലിങ്ങനെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാണ് വരിക, പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും പിന്നെയും പുറത്തു പോവുക. കുട്ടികളൊന്നും കാണുന്ന തന്നെ ഇല്ലാത്ത ആൾക്കാരുണ്ട് പലരും. പക്ഷെ അത് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, സാഹചര്യം അങ്ങനെയാണ് വരുന്നത്. നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. കാരണം രാവിലെ പോകും, രാത്രി വൈകിട്ട് എത്തപ്പോഴത്തെ കുട്ടികളൊക്കെ കടന്നിട്ടുണ്ടാവും, വീണ്ടും രാവിലെ എഴുന്നേറ്റ് പോകും. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവർ തിരിച്ചറിയുന്നില്ല എന്റെ ടൈം പോകുന്നുണ്ട്, എന്റെ ലൈഫ് പോകുന്നുണ്ട്, അവർ പോലും തിരിച്ചറിയുന്നില്ല സത്യത്തിൽ. അതെ അതെ. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. അതേപോലെ തന്നെ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ ഒരു ടീച്ചറുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കാൻ ടൈമൊന്നും ഉണ്ടാവില്ല. പണ്ടാണെങ്കിൽ അത്രയ്ക്ക് ലീവൊന്നും ഇല്ല. ഇപ്പൊ മെറ്റേണിറ്റി ലീവ് വരെ 3 മാസമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ആ ഒരു സമയത്ത് അല്ലേ കുട്ടികളെ നോക്കാൻ അത്ര സമയമേ ഉള്ളൂ. പിന്നെ എപ്പോഴും പോകണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലായിരിക്കും. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുക. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും, ഇതൊക്കെ അമ്മ ശരിക്കും നോക്കാത്ത സാഹചര്യം കൊണ്ട് അങ്ങനെ വന്നതാണ്. വേറെ പലരും ആണല്ലോ നമ്മളെ നോക്കാം പകൽ സമയത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലുതാവുന്നവരെ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ കുട്ടികളെ ഞാൻ തന്നെ നോക്കണം, വേറെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു ജോലി ആവരുത് എന്നൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 3 കുട്ടികളെയും ഞാൻ എൻ്റെ പ്രൊഫഷൻ വിടാതെ തന്നെ അതും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനും കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് സാധിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. ഈ പ്രൊഫഷൻ വിടാതെ എന്ന് പറയുമ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ദുബായിൽ ദിശയ്ക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടായിരുന്നു, വേറെ പ്രൊഫഷൻ ആയിരുന്നു. പക്ഷേ ദിശ എടുത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു, ഞാൻ എൻ്റെ മേഖലയിലേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് അത് ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ 3 കുട്ടികളെ നോക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ ഇപ്പോഴും ദിശ
മാക്സിമം ആരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. മക്കളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും, ഈവൻ ദിശയുടെ അമ്മയാണെങ്കിലും ശരി, എൻ്റെ അമ്മേനാണെങ്കിലും ശരി, ദിശ കഴിയുന്നതും ഡിപ്പെൻഡ് ചെയ്യില്ല. മാക്സിമം ദിശ തന്നെ മാക്സിമം നോക്കാം. ഇപ്പം മീൻസ് ഇപ്പോൾ രാവിലെ പുലർച്ചെ പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ കാസർഗോഡ് ആഴ്ചയിൽ 2 ദിവസം പോകും. രാവിലെ ദിശ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് ദിശ പോകാറുള്ളൂ. അപ്പോൾ ഞാനും ആദ്യകാലങ്ങളിലൊക്കെ ഞാനും കുറച്ച് സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് കാണുമ്പോൾ പിന്നെ എനിക്ക് കണ്ടിന്യൂറ്റി കിട്ടില്ല, ചിലപ്പോൾ ഞാൻ മിസ്സായി പോകും. പിന്നെ ദിശേനെ ഒറ്റക്കാണല്ല ചെയ്യാറ്. ആ ഒരു വിഷമം ഞാൻ ഇതിന് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ദിശ ഞാൻ മാറാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ പല പേരൻസിനെയും പല ഇതുപോലെ തന്നെ മക്കളാണെങ്കിൽ ഇപ്പോൾ എന്നെ പോലെ ഞാനും ദിശയാണെങ്കിലും അതുപോലെ തന്നെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം കൊണ്ട് അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വീട്ടിലെ പേരൻസിനെ ഏൽപ്പിക്കാണ്ട് അവർക്കൊരു ബേർഡനായി മാറരുത്. അങ്ങനെയാണല്ലോ കൂടുതൽ ആൾക്കാർക്കും. എൻ്റെ ഒരു സുഹൃത്തെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു അടുപ്പുള്ള ഒരാളുടെ അമ്മയുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഈ മക്കളുണ്ടല്ലോ, കൊച്ചു മക്കൾക്ക് അംഗനവാടി പോകണം, മറ്റേ അവിടെ പോകണം, ഇവിടെ പോകണം, വൈകുന്നേരം വന്നാലേ അത് ഫുഡ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഈ അമ്മമാർക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം ഗ്രാൻഡ് മദർ എന്നെ നോക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് അവർക്കൊരു ബാധ്യതയായി മാറുകയാണ്. അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വിഷമം പറയുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ മക്കളെല്ലാം പഠിച്ച് വലുതാക്കി അവരെല്ലാം ജോലി കഴിയുമ്പോൾ ഇവരെയും കൂടെ നോക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അവർ ഭയങ്കര വിഷമമുണ്ട്. അത് പല മക്കളും തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു സത്യം കൂടെ ഇതിനിടയിൽ ഞാൻ ചേർന്നതാണ്. അപ്പോൾ നമ്മൾ വിഷയം മറന്നില്ല, കണ്ടിന്യൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ എത്തിയതിൽ നമ്മൾ പൂർണ്ണമായും സംതൃപ്തരാണ്. പക്ഷെ ഈ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മൾ ആ രീതിയിൽ കാണാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും എന്നോട് ചോദിക്കും, നീ ഒന്നും ചെയ്യുന്നില്ല അല്ലേ എന്നുള്ള ആ രീതിയിൽ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവരെ കുറ്റം പറയണ്ട, അവരെ കാണുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടാളും വീടിൻ്റെ ഉള്ളിൽ തിരിഞ്ഞു കളിക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ രാവിലെ എണീച്ച് പോകുന്നില്ല, ഓഫീസിൽ പോകുന്നില്ല, പിന്നെ ക്ലിനിക്കിൽ പോകുന്നില്ല, അങ്ങനെയൊന്നും കാണുന്നില്ല. ഫുൾ ടൈം ട്രൗസർ ഇട്ട് തിരിഞ്ഞു കളിക്കുന്നുണ്ട്. അതെ, പിന്നെ പേഷ്യൻസ് ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു സൗകര്യത്തിനനുസരിച്ച് വന്നു പോകുന്നതാണ്. അതൊന്നും മറ്റുള്ളവർ കാണുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ ഇവര് രണ്ടുപേരും വീട്ടിലെത്ത പരിപാടി എന്നുള്ള, കുട്ടികൾ മാത്രമാണ് പുറത്തു പോകുന്നതായിട്ടുള്ളൂ സ്കൂളിൽ. അതെ 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 അതെ. അല്ല, അത് ശരിക്കും ഞാൻ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കാലം മിസ് ചെയ്തൊരു സംഭവമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ആഗ്രഹിച്ച കാര്യമാണ്. ഞാൻ ഒരു പ്രവാസിയാകുമ്പോൾ ഞാൻ എപ്പോഴും പ്രവാസി എന്ന് എടുത്തു പറയാൻ കാരണം വെച്ചാൽ, പ്രവാസികൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രൈക്ക് ചെയ്യും. കാരണം അവർ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അമ്മയോടൊപ്പമുള്ള ജീവിതം, അമ്മയോടൊപ്പമുള്ള യാത്രകൾ, അമ്മയോടൊപ്പമുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയോടൊപ്പമുള്ള, അതുപോലെ തന്നെ മക്കളോടൊപ്പമുള്ള ഓരോ സന്തോഷ നിമിഷങ്ങളും പ്രവാസികൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അവർ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ളവർ നാട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതെല്ലാം അറിയുന്നില്ല. ഒരു രാവിലെ പോകുന്നു, രാത്രി വരുന്നു, പക്ഷെ ഒരിക്കലും മിസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആരുടെ കുറ്റമല്ല ഇത്, നമ്മൾ തിരിച്ചറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. അതെ, ഞങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലൊക്കെ ഒരു കല്യാണം എന്തൊക്കെ ക്ഷണിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പോകുന്നതിന് ഒരു പ്രശ്നമില്ല. ലീവ് കിട്ടുമോ ഒന്നും അന്വേഷിക്കണ്ട. അത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെക്കും. ആ ഒരു ദിവസം നമ്മൾ ഫ്രീ ആവും. കാരണം ഞങ്ങളും അത് എൻജോയ് ചെയ്യുന്നു, നമുക്കും പോകാൻ ഇഷ്ടമാണ്. അതെ അതെ. ഇപ്പം ഞങ്ങളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സീരിയൽ ചെയ്യുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ എപ്പോഴും ചോദിക്കും, സുമേഷ് ഭായിൻ്റെ ഡേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മേൻ്റെ ഡേറ്റ് എങ്ങനെയാണ്. ഇപ്പോൾ ദിശയും അതിൻ്റെ അത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ അനിയനും ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് കൈരളി ചാനലിൽ കോഴിക്കോട്ട് അങ്ങാടി എന്ന് പറയുന്ന സീരിയൽ ഈ ഒക്ടോബർ 14 മുതൽ റിലീസാണ്. അത് ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഡേറ്റിനെ പറ്റി ചോദിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഡേറ്റ് കുറച്ച് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് ഞങ്ങളുടെ ഷൂട്ടിലെന്ന് അറിയിച്ച്, അല്ലെങ്കിൽ ഡബ്ബിങ് എപ്പോഴാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളുടെ പ്ലാനിങ് മാറ്റും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേറെ ആരോടും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തീരുമാനിക്കാം. അപ്പം മുൻകൂട്ടി പ്ലാൻ ചെയ്തൊക്കെ ആ ഒരു ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആവാൻ പറ്റും, കുഴപ്പമില്ല. അതുപോലെ എവിടെ പോകാനാണെങ്കിലും മുമ്പേ പറഞ്ഞാൽ നമ്മൾ റെഡിയാണ്. അതെ അതെ അതെ. പെട്ടെന്ന് തലേന്ന് പറഞ്ഞാൽ സത്യം പറയാൻ വെച്ചാൽ ഒന്ന് ബ്ലോക്ക് ആവും. കാരണം നമുക്ക് പോകാൻ കഴിയണമെന്നില്ല. കാരണം നമുക്ക് നമ്മുടേതായ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. അതേപോലെ എന്നോട് ചില ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്, ഹസ്ബൻഡ് ഗൾഫിലായിരുന്നല്ലോ, ഇപ്പൊ എന്താ ചെയ്യുന്നത്, എന്താ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നീ ഇപ്പം ഡോക്ടറാണ്, വർക്ക് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നിനക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ലേ, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും, ഇത്രയും 13-14 വർഷങ്ങൾ ഗൾഫിലായിരുന്നു, അതിന് മുമ്പേ വർക്ക് ചെയ്തതാണ്, ഇത്രയും കാലം വർക്ക് ചെയ്തതാണ്. അപ്പം ഇനിയും ഒരു നമ്മളെ ഇഷ്ടത്തിന്, മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എപ്പോഴും നമ്മൾ 60-70 വയസ്സ് വരെ നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്ന അത്രയും കാലം വരെ ഈ ഒഫീഷ്യൽ വർക്ക് ചെയ്യുക,
എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ റിട്ടയർ ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. അല്ല, ദിശയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനും അല്ലെങ്കിൽ നല്ലൊരു കട്ട സപ്പോർട്ടും ആയിരുന്നു കേട്ടോ അത്. എനിക്ക് ആക്ച്വലി ഞാൻ അത്ര ഫിനാൻഷ്യലി സെറ്റിൽഡ് അല്ലാത്തത് കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ദിശ എന്തും സഹിക്കാനും പൊറുക്കാനും തയ്യാറാണ്. എന്തിനൊന്ന് കൂടെ ഉണ്ടാവും, കട്ടക്ക് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനൊരു സത്യം പറഞ്ഞാൽ 1 മാസത്തെ വെക്കേഷൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്ന ആളാണ് ഞാൻ. എൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെ അസറ്റൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇനി പോകണ്ടെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു സ്വാർത്ഥതയും കൂടിയാണത്. അപ്പോൾ എനിക്ക് സുമേഷ് ചേട്ടൻ നല്ലൊരു മാനേജറാണ്, അതെനിക്കറിയാം ഇത്രയും വർഷങ്ങൾ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു മാനേജർ എനിക്ക് വേണം. മുമ്പ് പറഞ്ഞത് ഈ സെയിം കാര്യം തന്നെ. ഞാനൊരു മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ എല്ലാ ടാലൻസും ദിശക്കറിയാം, അതുപോലെ തന്നെ എൻ്റെ മോശം വശങ്ങളും ദിശക്കറിയാം. അപ്പോൾ ദിശ എപ്പോഴും പറയും, സുമേഷ് ചേട്ടന് ബോസ് ആവണ്ട, ഒരു മാനേജ് ചെയ്യാൻ പറ്റിയ ആളാണ് സുമേഷ് ചേട്ടൻ. എൻ്റെ പ്രൊഫഷൻ ഒന്ന് ബിൽഡ് ചെയ്ത് തരണം. അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ കൂടെ ഉണ്ട് എങ്കിൽ ഓളെ പ്രൊഫഷൻ വളരും, അല്ലെങ്കിൽ അതിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അവൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതെ, എൻ്റെ ആ ഒരു പ്രൊഫഷൻ എനിക്ക് ആ പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്ന് അറിയാം. പക്ഷെ അത് മാത്രമല്ല, വേറെ പലതും ഉണ്ട് എന്ന് അറിയാലോ. ഏതൊരു കാര്യവും സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റം ഞാൻ മനസ്സിലാക്കി വെച്ചില്ലേ, ഏത് ബിസിനസ് നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമുക്ക് എല്ലാത്തിനും വേണ്ടതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ആ ബിസിനസ് ഉണ്ടായിരിക്കണം. ആ സിസ്റ്റം പ്രോപ്പർ ആണെങ്കിൽ അതെന്തായാലും സക്സസ്ഫുൾ ആവും. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ ഹാർഡ് വർക്ക് അല്ലേ, എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഭാഗം പറഞ്ഞെന്ന് മാത്രം. ആ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ദിശയുടെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ശരി, നമ്മൾ ദിശയുടെ ഒരു ജെന്യുവിൻ ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷം, അതിന് ശേഷം ദിശയെ ഒബ്സർവ് ചെയ്തു. ദിശ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരുപാട് പേഷ്യൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഒരുപാട് വലിയ കൊലകൊമ്പം പ്രൊഫസർമാരെ ഡോക്ടർമാരെ കാണിച്ചിട്ട് പോലും റിസൾട്ട് ഇല്ലാതിരുന്ന, അതും വർഷങ്ങളായിട്ട് റിസൾട്ട് ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ദിശയുടെ ട്രീറ്റ്മെന്റിലൂടെ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോഴേ, അല്ല അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിക്കുക. ദിശയുടെ ട്രീറ്റ്മെന്റിലൂടെ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ആസ് എ സെയിൽസ് മാനേജർ എനിക്കത് വളരെ ഒരു ഓക്കെ, ഞാൻ അവിടെ ഹുക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അതെനിക്ക് വർക്കാവുമെന്ന് തോന്നി. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ വളരെ ജെനുവിനായ ട്രീറ്റ്മെൻറ്റാണ്, പൂർണ്ണമായും ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഇതിന് വെറും വായ കൊണ്ട് പറയുന്നതല്ല, ഇതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട്. ദിശ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സിസ്റ്റം എന്ത് ചെയ്ത്, അത് ശരിക്കും വലിയൊരു ഹോസ്പിറ്റലിൽ, ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണോ ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ അവരുടെ വീടുകളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വീടുകളിൽ പോയിട്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ല. എല്ലാവരും അല്ല, ആ സിറ്റുവേഷൻ നോക്കിയിട്ട് അധികം ആൾക്കാർക്കും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത, ട്രാവൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ നമ്മൾ അങ്ങോട്ട് പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ കൂടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫോൺ സപ്പോർട്ട് ഡെയിലി ഉണ്ട്. ചില പേഷ്യൻസിനൊക്കെ 3-4 പ്രാവശ്യമൊക്കെ ഒരു ദിവസം തന്നെ വിളിക്കും, സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മള് അവരെ കൂടെ നിന്ന്, ഇപ്പോൾ എൻ്റെ മക്കൾക്ക് അസുഖം വന്നാൽ ഞാൻ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ പേഷ്യൻസ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ഏതെങ്കിലും കുറെ പേഷ്യൻ്റ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഞങ്ങൾക്കും അന്ന് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങളെ മൂടും പോക്കായിരിക്കും, ഞങ്ങളെ ഭക്ഷണം മോശമായിരിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിനെ നന്നായി ബാധിക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ പ്രശ്നം ഞങ്ങളെ വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളത് പോലെ ആയിരിക്കും. അവർ വേദന സഹിക്കുമ്പോൾ ദിശ ഇവിടുന്ന് വേദന സഹിക്കും. അപ്പോൾ ദിശ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് റെഫറൻസ് എടുക്കുന്നത് കാണാം. അത് തന്നെയാണ് സത്യം ഞങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് തന്നെയാണ്, അതൊരു ഒരു പരിധി ഒരു സേവനം കൂടിയാണ്. അതിലൂടെ ഞങ്ങൾക്ക് ജീവിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദിശ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെച്ചാൽ എൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം, നമ്മൾ പറഞ്ഞ പോലെ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള കുറേ പേഷ്യൻസ് ഉണ്ട്, നമ്മളെ സ്വന്തം പോലെ കാണാൻ റെഡി ആയിട്ടുള്ള. അല്ല, അങ്ങനെയുള്ള ഈ സിസ്റ്റത്തിൽപ്പെട്ട വേറൊരു കാര്യം പറയും, അങ്ങനെ ചെയ്യാൻ വില്ലിങ് ആവുന്ന ആൾക്കാർ മാത്രമേ ഞങ്ങളും എടുക്കുന്നുള്ളൂ. അതൊരു കാര്യം. പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം. അല്ലാതെ പോകുന്ന പോക്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് സൂക്കേട് മാറ്റിക്കളയാം എന്ന് വിചാരിക്കുന്നവരെ ഞങ്ങൾ ആദ്യം തന്നെ പറയും, വിട്ടോന്ന്, വണ്ടി വിട്ടോന്ന് പറയും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യം പറയും. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ മാത്രം, റെഡി ആണെങ്കിൽ മാത്രം അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാന്ന് പറയും. അല്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 5 ആൾ വന്നു കഴിഞ്ഞാൽ അതിന് 3 ആൾക്കാരെ ചെയ്യുള്ളൂ. ആ 3 ആൾക്കാർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇതുവരെ എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഒന്നല്ല, വീണ്ടും നമ്മൾ കാട് കയറി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളത്ര വല്ലാതെ ഹൈപ്പ് ഓക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ്
പല ആളുകളും ഒരു ജോലി ചെയ്യുന്നത്. അതെ അതെ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ശേഷി ഉണ്ടാവും, എന്നാലും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ ഇടവലക്കാർ എന്ത് വിചാരിക്കും, എന്റെ ഭാര്യ വീട്ടുകാരെന്ത് വിചാരിക്കും, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വെച്ചിട്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഏതെങ്കിലും ബിസിനസ് കൊണ്ടുപോയി അത് പൊട്ടിപ്പൊളിഞ്ഞ് എന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് അവസാനം നല്ല സാമ്പത്തിക ഭദ്രത ഉള്ള ആളായിരിക്കും, പക്ഷെ പിന്നെ അവരെന്ത് ചെയ്യും, കടക്കണിയിലാവും. അല്ല, ഒരുപാട് ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നുണ്ട്. സമയം ഫുള്ള് പോക്കായിരിക്കും. നമുക്ക് അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ശേഷിയുണ്ട്. നമ്മുടെ പാഷന്റെ പുറകെ പോവാം. ചില ആൾക്കാർക്കല്ല, പല ആൾക്കാർക്കും പല പാഷനായിരിക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തത് ചില എൻ്റെ ഇതാണ് ഈ വീഡിയോ മേക്കിംഗ്, ഈ ചില ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ്. അതിലിപ്പം ദിശയും പാർട്ടായി, എൻ്റെ അനിയൻ പാർട്ടായി, എൻ്റെ അമ്മ പാർട്ടായി, എൻ്റെ ഏട്ടൻ പാർട്ടായി, ഏട്ടൻ്റെ ഫാമിലി പാർട്ടായി, എൻ്റെ മക്കളും പാർട്ടായി. എൻ്റെ നമ്മളൊരു ഉത്സവം പോലെയാണ് സത്യത്തിൽ. എന്ന് വെച്ചാൽ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് ആ ഒരു എൻ്റെ യൂട്യൂബിലൂടെ ഇടുന്ന വീഡിയോസും. അപ്പം ഞങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നു. അത് കാണുന്നവരിൽ ഒരു വിഭാഗം ആൾക്കാർ അത് ആസ്വദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് വേറൊന്നും ഇല്ലല്ലോ. അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തത് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ചെയ്യുന്നുണ്ട്, മക്കളുടെ കല്യാണം ആർഭാടമായിട്ട് നടത്തുക. അതായിരിക്കും അവരുടെ വലിയൊരു ലക്ഷ്യം. എത്ര 100 പവൻ സ്വർണം കൊടുക്കുക, വലിയ ആർഭാടമായിട്ട് എല്ലാവരെയും വിളിച്ച് കല്യാണം നടത്തുക. അതിനൊക്കെ വേണ്ടിയാണ് ലൈഫ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. വലിയൊരു വീടെടുത്തിട്ട് അതിന്റെ ബാധ്യതകളും കൊണ്ട് അതൊന്നും ചെയ്യണ്ടെന്നല്ല, ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളാണ്. ഇപ്പൊ നമ്മളുടെ താല്പര്യം ആയിരിക്കില്ല അവർക്ക് അതായിരിക്കും താല്പര്യം, അതിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരിക്കലും ഞാൻ പറയുന്നത് മക്കളും അമ്മയും ഭാര്യമാരല്ല ഭാര്യ കൊടുത്ത് നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ കഴിയണം. അല്ല, അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഇല്ലെങ്കിൽ ഓക്കെ, അത് ഫാമിലിയോടൊത്ത് ജീവിക്കണമെന്ന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നേ ഇവിടെ നമ്മൾ വാദിക്കുന്നുള്ളൂ. അതേപോലെ ഇനി അങ്ങനെയല്ല, ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ കൺസെപ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആയാണെന്ന് തോന്നി. ഇപ്പോൾ ഒരു വീടിൻ്റെ കാര്യത്തിലായാലും താമസിക്കാനൊരു നല്ലൊരു സ്ഥലം വേണം, അത്രയേ ഉള്ളൂ. പക്ഷെ കാണുന്നവർ നമ്മളോട് പറയുന്ന വെച്ചാൽ ഒരു ദാരിദ്ര്യം തോന്നുന്നു, വീടെടുക്കാനുള്ള ഗതി ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഒരു ഇതൊക്കെ ചിന്താഗതിയൊക്കെ ഉണ്ട്, നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇത്രയും വലിയ വീടെടുത്തിട്ട് അവിടെ താമസിക്കാൻ ആളില്ലാത്ത പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു സ്ഥലത്തിന് അത്രക്കും യൂട്ടിലൈസ് ചെയ്യുന്നത് വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നത്. നല്ലൊരു വീടൊന്നും എടുക്കാതെ നീ ഇങ്ങനെ ദുബായൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ നിൽക്കുന്നതെന്ന് പോയിട്ട് ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ വലയിറങ്ങിയിട്ട് വന്നോടായിരുന്നു. മീൻസ് നല്ല വീടെല്ലാക്കി തിരിച്ച് വന്നോടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കി വീണ്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വർഷങ്ങൾ നഷ്ടമാവും. അതുകൊണ്ടാണ് പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു 5-6 വർഷത്തേക്ക് പിന്നെ പറ്റില്ല. നല്ല വലിയൊരു വീട് എന്തിനാ, നമുക്ക് താമസിക്കാൻ നല്ല സമാധാനത്തോടെ താമസിക്കാൻ നല്ലൊരു സ്ഥലം, അത് പോരെ. വീടെടുക്കണം എന്ന് ആഗ്രഹമില്ലുണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ ഇനി എടുക്കും ചെറിയ വീടൊന്നുമല്ല, നല്ല സ്വിമ്മിംഗ് പൂളെല്ലാം ഒരു അടിപൊളി വലിയ ബംഗ്ലാവ് പോലത്തെ വീട് അല്ല, അത് അതിൽ തെറ്റില്ല. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം. അല്ലാതെ നമ്മളുടെ ലൈഫ് മൊത്തം അതിൽ ലോൺ അടക്കാനോ അങ്ങനെ വിചാരിച്ചിട്ട് എടുക്കരുത്. നമുക്ക് ഈസി ആയിട്ട്, ഇപ്പൊ നമുക്കൊരു 100 കോടിയുടെ ആസ്തിയുള്ള ഒരാൾക്ക് ഒരു 2-3 കോടി ചെലവാക്കിയിട്ട് ഒരു വീട് ഒരു ഈസി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ എടുക്കില്ല. ഇത് നല്ല കഴിവുകളുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്നോട് മെസ്സേജ് ചെയ്യുമ്പോൾ സുമേഷേ ഈ 2 വർഷം കൊണ്ട് എൻ്റെ വീടിൻ്റെ ബാധ്യതകളെ തീരും, അത് കാരണം ഞാനങ്ങ് വരുമെന്ന്. അപ്പോൾ ശരിക്കും ഇപ്പോൾ തന്നെ 40-40ൻ്റെ മുകളിലായി. പക്ഷേ ഈ വീടിൻ്റെ ഒരു ബാധ്യത കാരണം ഒരുപാട് വർഷം വരെ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്നു. അവരുടെ ആഗ്രഹമായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് ഒരു ഫാമിലിയും മക്കളൊക്കെ. അപ്പോൾ ഇനി നാട്ടിലേക്ക് വന്നിട്ട് അവർക്കൊക്കെ നാട്ടിൽ വന്നാലും സത്യം പറയാൻ വെച്ചാൽ നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഇവിടെ വന്നാലും സൂപ്പറായിട്ട് ജീവിക്കാൻ കഴിയും. പക്ഷേ നമുക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയും വെച്ച് വന്നു കഴിഞ്ഞാൽ നടക്കൂല. നമ്മൾ എന്തിനും തയ്യാറായാൽ മതി. എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്തിനും നമ്മൾ മാനസികമായി തയ്യാറാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിച്ചു പോകാനും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പ് ഇവിടെ വന്ന എൻ്റെ റിലേറ്റീവ് പറഞ്ഞൊരു കാര്യം വളരെ ദയനീയമായിട്ടാണ് എന്നോടത് പറഞ്ഞത്. പക്ഷെ എനിക്കിതൊരു വിഷയമില്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ല, എനിക്കങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നാറ് സാരയില്ല, എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. അവര് ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നമ്മൾ പക്ഷെ ചിന്തിക്കുന്ന വേറൊരു തരത്തിലല്ലേ. അത് നമ്മളുടെ ഈ കൺസെപ്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഞാൻ ചിരിക്കുകയാണ് ചെയ്യാറ്. പ്രത്യേകിച്ച് എനിക്കൊരു ആൻസർ അതിനില്ല. അവരങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിഷമം തോന്നാറുമില്ല. അല്ല, ചിലർ തളർന്നു പോകും, അവിടെയാണ് പരാജയം. തളർന്നു പോകുന്നവരാണ് പിന്നെയും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നത്. ചിലർ ഞാനിങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എൻ്റെ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കൊരു ജോലിയും ഇല്ല എന്ന് ആൾക്കാരെല്ലാം എനിക്ക്
ഞാൻ കൊള്ളാത്തവനാണ് എന്നൊക്കെ തോന്നിയിട്ട് അവരെന്ത് ചെയ്യും, ഒന്നുകിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകും. ഇങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, നമ്മൾ ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ആരെയും ബോധിപ്പിക്കാൻ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കുക. ആര് പറയുന്നത് മൈൻഡ് ചെയ്യണ്ട. ഇക്കാര്യത്തിൽ നമുക്കറിയാലോ നമ്മളെന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് എത്ര ഏണിങ്സ് ഉണ്ട് അല്ലേ, നമ്മളെങ്ങനെയാണ് വീട്ടുകാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത്. ഇതൊക്കെ നമ്മൾ നാട്ടുകാരുടെ വായ്പൊക്കെ ചോദിക്കുന്നില്ല. അപ്പോൾ അത് പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നമ്മളിപ്പോൾ അപ്പുറത്ത് പോയിട്ട് എനിക്കൊരു ഇത്ര പൈസ വേണമെന്ന് പറയുന്നതിലൊക്കെ ഓനെ ബോധിപ്പിക്കണം പറയാം. നമ്മൾ അതിനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളെ കാര്യങ്ങൾ നോക്കി ആരെ ഇടങ്ങാറാക്കാണ്ട് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ആരെയും ബോധിപ്പിക്കണ്ട. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. ഒരാളെ ദയവേത് ഒരു കാര്യത്തിനും ബോധിപ്പിക്കരുത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിസൾട്ടും ഗ്രാജുവലി വരുള്ളൂ. കറക്റ്റ് ആണല്ലേ? നമുക്ക് ഒറ്റയടിക്ക് ടപ്പയെന്ന് പറഞ്ഞാൽ വരൂല. മെല്ലെ നമ്മള് വ്യക്തമായ ഒരു പ്ലാനോട് കൂടി അതിന് വേണ്ടി കഷ്ടപ്പെടുക. അപ്പൊ ആ കഷ്ടപ്പാട് നമുക്കൊരു കഷ്ടപ്പാടല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അതെ, ഞങ്ങളിപ്പോൾ ചെയ്യുന്ന രണ്ടുപേര് ദിശയാണ്. ദിശേന്റെ പ്രൊഫഷനിൽ എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ്ഫുൾ ആകുക എന്നുള്ളത് ഇപ്പോഴല്ല. പഠിച്ചിറങ്ങിയ ഒരു ദിവസം പോലും ദിശ ജോലി ചെയ്യാതിരുന്നില്ല. പഠിച്ചിറങ്ങിയ പിറ്റേ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം ദിശ മീൻസ് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തുന്നല്ലാതെ ദിശ ഒരിക്കലും വെറുതെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ പറയൂടോ, ഈ ശമ്പളം കിട്ടിയിട്ട് ഇനി ഈ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ചില സ്ഥലങ്ങളിൽ ജോലിക്ക് പോയപ്പോൾ. അല്ല, ഞാൻ കുറേ ഹോസ്പിറ്റലുകളിൽ സാലറി ഒന്നും ഇല്ലാണ്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ സാലറി ഒരു 0 സാലറി പോയി. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ദിശയുടെ അക്കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദിശ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു. മീൻസ് ആയുർവേദമാണെങ്കിൽ ശരി, അലോപ്പതിയിലാണെങ്കിൽ അലോപ്പതിയിലൊക്കെ പല മേഖലകളിലും ദിശ വർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊന്നല്ല, അത് വർക്ക് ചെയ്ത് അലോപ്പതിയിൽ വർക്ക് ചെയ്തത് കൂടുതലും മാംഗ്ലൂർ ഭാഗത്താണ്. അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. അവരൊന്നും ആയുർവേദം അലോപ്പതി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനം കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്നാൽ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട് ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആയുർവേദ ഡോക്ടറെ കാണിച്ചോ എന്നും പറഞ്ഞ് ചൂടാകുന്ന ഒരുപാട് ഡോക്ടേഴ്സ് നമുക്കറിയാം. അവർക്ക് ആയുർവേദം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലാതെ നമുക്കറിയാം. ഒരു മേഖലയിൽ നമ്മൾ തള്ളി പറയേണ്ട ആവശ്യമില്ല. എല്ലാ മേഖലയിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം അലോപ്പതി ആണെങ്കിലും നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ സമന്വയിപ്പിച്ച് അത് പറ്റിയിട്ടില്ലെങ്കിലും ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്തിട്ടൊക്കെ ഇതിന് നിങ്ങൾക്ക് ആയുർവേദമാണ് നല്ലത്, അല്ലെങ്കിൽ ഇതിന് അലോപ്പതിയാണ് നല്ലത്, ഇതിന് ഹോമിയോപ്പതിയാണ് നല്ലത്, അങ്ങനെയൊക്കെ എല്ലാത്തിനും വാല്യുബിളായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ എല്ലാവരും പഠിക്കണമെന്ന് ഇതിനിടയിൽ ഞാൻ പറയുകയാണ്. പിന്നെന്ന് വെച്ചാല് ഞാൻ ഇത്രയും വർഷങ്ങളും സാലറി ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുമ്പോഴും സുമേഷ് ചേട്ടൻ എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. ഫിനാൻഷ്യലി നമുക്കൊരു പ്രശ്നമാണല്ലോ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെ സാലറി ഇല്ലാണ്ട് എന്തിനാ പോകുന്നത് അങ്ങനെയൊന്നും ചോദിച്ചിട്ടേ ഇല്ല. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഇത്രയും വർഷങ്ങളും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ രീതിയിലൊക്കെ ചെയ്യാൻ. അല്ല, എനിക്ക് ദിശേൻ്റെ ഒരു കാര്യം ഇഷ്ടപ്പെട്ട ദിശ വേറൊരു മേഖലയിലേക്ക് പോകുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ദുബായിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ 1-2 ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറൊരു മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വർഷം, അതായത് ഒരു 5 വർഷം ഒരു കോളേജിൽ 5 വർഷം കോളേജിൽ പഠിച്ചെങ്കിലും ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആയുർവേദ ഡോക്ടർ ആവണം. എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. കാരണം മാമന്റെ ഒരു ബന്ധമുള്ളത് ആയുർവേദമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട്. അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞു, ദിശയുടെ മാമൻ ഒരു പാരമ്പര്യ വൈദ്യനാണ്. അവരുടെയൊക്കെ ഇതിൽ നിന്ന് വളർന്ന് വന്ന് ഒരു 5-6 വർഷം കോളേജിൽ പഠിച്ചിട്ട് ഒരു ടാർഗറ്റ് ഉണ്ട്. അതിൽ നിന്ന് വഴുതി പോകാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവർ എന്തായാലും സക്സസ്ഫുൾ ആവുന്ന ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രൊഫഷനിലൊന്നും നമുക്ക് ഒരു പ്രൊഫഷനൊന്നും എനിക്കില്ല എങ്കിലും എനിക്ക് ആ സാധനമാണ് എനിക്കുള്ളത്. എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും, ഒരു റൂട്ട് എനിക്ക് ലൈഫിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയാലാണ് അവിടെ എത്താൻ കഴിയുക, ഇങ്ങനെ ഒരു ടാർഗറ്റ് നമ്മൾ വെക്കണം. അതൊക്കെ ദിശക്ക് ഉണ്ടായിരുന്നു. ദിശ കുറച്ച് റിസർവായ ഒരു ക്യാരക്ടറായിരുന്നു. അത്ര സ്മാർട്ടല്ല, പക്ഷെ എല്ലാം അറിയാം. ഇവരുടെ വിവരം എനിക്ക് കിട്ടിക്കൊണ്ട് ഞാനായിട്ട് എത്തിയെന്ന് ഞാനവിടെ ആലോചിക്കാറുണ്ട്. പക്ഷെ എനിക്ക് പുറത്തത് പറയാനുള്ള ഒരു ധൈര്യമുണ്ട്. ദിശക്ക് പല അറിവുകളുണ്ട്, പക്ഷെ അത് പുറത്ത് പറയാനുള്ള ഒരു ധൈര്യമല്ല, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അത് മാത്രമേ അവളിൽ ഇല്ലാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ കോൺഫിഡൻസിന്റെ മരായിട്ട് നിൽക്കുകയാണ്. ചെറിയൊരു അറിവുണ്ട്, അതിന്റെ ടോപ്പായിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എൻ്റെ അടുത്തില്ലാത്തതൊക്കെ അവക്ക് കൊടുത്തു, എനിക്കില്ലാത്തതൊക്കെ അവളെനിക്ക് തന്നു. പണ്ട് ദുബായിൽ കുറേ പ്രോഗ്രാംസ് ഞാൻ ആങ്കറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആങ്കറായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഒരു ഓഫർ കിട്ടിയപ്പോൾ ആങ്കറായിട്ട് പോകുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ പല കാര്യങ്ങളും എനിക്ക് അറിയില്ല, സ്റ്റേജിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ദിശ എന്ന് പറയുമ്പോൾ ഇതുവരെ കേട്ടില്ല, ഞങ്ങളില്ല, ഇതിങ്ങനെയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം നമ്മൾ പറയുന്നത് ഹസ്ബൻഡ് വലുത് അല്ലെങ്കിൽ വൈഫ് വലുത് എന്നല്ല, നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാസ് ചെയ്ത് പോകും. എല്ലാവർക്കും എല്ലാം ഉണ്ടെങ്കിൽ അതിലെന്താ ഒരു പ്രത്യേകത. അതെ, നമ്മൾ ദിശക്കില്ലാത്തത് എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഗ്രാജുവലി അങ്ങോട്ടൊക്കെ കിട്ടി, എനിക്കില്ലാത്തത് അവളുടെ അടുത്ത് നിന്നും കിട്ടി. അങ്ങനെയാണ്. ഇപ്പം എൻ്റെ പഴയ സുഹൃത്തുക്കളെല്ലാം പറയും, നീ ഒരുപാട് മാറിയല്ലോടേ,
നിന്റെ വൈഫ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടല്ലോ എന്ന് പറയും. നേരെ ദിശേന്റെ ഫ്രണ്ട്സ് മൊത്തം പറയും, നീ ഇങ്ങനെയായോ, നീ അഭിനയിക്കാൻ തുടങ്ങി, ഇതല്ലേ എങ്ങനെ കഴിയുന്നു ദിശ, എന്റെ കൃഷ്ണ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ്. ചന്ദനം ചാരിയാൽ ചന്ദനം പടക്കം, ഭാഗ്യം ചാണകം ചാരാത്തത്. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ ഇതിലൂടെയൊക്കെ പറഞ്ഞു വരുന്നത് പോയിന്റ്സ്, നിങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക, തള്ളിക്കളയും. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റും ഉണ്ട് നമ്മൾ, അല്ലേ? ഇപ്പോൾ ദിശ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഉള്ള പ്രൊഫഷനെ ഞാൻ എന്നും റെസ്പെക്ട് ചെയ്യാറുണ്ട്. എൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള ഒരാൾ ആ പ്രൊഫഷൻ വിട്ട് കളയരുത്, അതിന് വേണ്ടി ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഞാനൊന്ന് മീൻസ് ദുബായിൽ നിന്ന് പോകേണ്ട അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ട്രഗിളായി തോന്നിയിട്ടില്ല. ഞങ്ങൾ ആ സമയം ആസ്വദിച്ചു, ജീവിതം ആസ്വദിച്ചു. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഗ്രാജുവലി ഒരു ഇപ്പം യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾക്ക് ആ ഒരു വളർച്ച കിട്ടിയത് നമ്മൾ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ടാണ്, അല്ലേ? ഒരു കൺസിസ്റ്റൻസി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ഉയർച്ച ഉണ്ടായത്. അപ്പോൾ വലിയൊരു ഉയർച്ചയൊന്നുമല്ല, മറ്റുള്ള പല യൂട്യൂബേഴ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല. ബട്ട് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ഞങ്ങളതായ രീതിയിൽ കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം തീർച്ചയായും ഉണ്ട്. അപ്പം ദിശേൻ്റെ പേജ്, ദിശ ആയുർവേദ എന്ന പേജിലേക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ് ഞങ്ങളിത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ എപ്പോഴും നമ്മൾ പറയാം ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, ഇതുപോലെ സംസാരിക്കുന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്കും അതിൽ ഫോളോവേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ദിശേനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് കണ്ടിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. നമ്മൾ അത് പേഷ്യൻസിന് വേണ്ടിയിട്ടൊന്നല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടൊന്നല്ല, നമ്മൾ എന്താണ് നമ്മൾ എന്ന് പറയാനൊരു ആഗ്രഹം അല്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം സംസാരിക്കാൻ ദിശ കുറച്ച് വിമുഖതയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ മേഖലയിൽ സംസാരിക്കാനൊന്നും ആളായിരിക്കില്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമുക്കൊരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഇങ്ങൊന്നും എന്തും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ നമ്മൾ ഐക്യം തന്നെ പോരെ. അല്ല, ഐക്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നൊരു പോയിന്റ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം, അല്ലേ? ഇപ്പം നമ്മളിപ്പം ഇതൊന്നും ചെയ്യാൻ വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ലേ, ദയവേദന അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്ന ഒരൊറ്റ ധൈര്യത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ 2 ദിവസം മുന്നേ നമ്മൾ ഏത് രീതിയിൽ ആസ്വദിക്കുന്നത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. പുറത്തുനിന്ന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. നമ്മുടെ മനസ്സാണല്ലോ തീരുമാനിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, നമ്മളെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അല്ലാണ്ട് ഞാൻ വലിയ സംഭവങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നേടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സില്ലിയായിട്ട് കണ്ടാൽ മതി. അപ്പൊ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായും സ്പഷ്ടമായും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ദിശയെ അതിന് ഉത്തരം തരും, ഞാൻ ഉത്തരം തരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു വിശേഷങ്ങളും അല്ല കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മൾ വീണ്ടും വരും. വീഡിയോ വലുതായി പോയി ദിശ, കുറച്ച് വലുതായി നമുക്ക് പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരുടെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. ദിശ ആയുർവേദയിൽ നിന്നും സുമേഷ് ഭാസ്കർ ആൻഡ് ഡോക്ടർ ദിശ സുമേഷ്.